നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 22 തിങ്കളാഴ്ച, ധനു 7. പുതിയൊരു വാർത്താ പുലരിയിലേക്ക്, വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിവാൽ, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട്ട് നിന്ന് സമീർ സി മുഹമ്മദ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ ആദ്യഘട്ടത്തിൽ വിവരങ്ങളുമായി ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. മനീഷ് മഹിവാൽ തയ്യാറാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം, അതിന്റെ പുരോഗതി, DIG വിനോദ് കുമാറിനെതിരായ നടപടി വൈകുന്നു, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇന്ന് തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ? മനീഷ് മഹിവാൽ. മനീഷ് മഹിവാലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ന് മനസ്സിലാക്കുന്നത്. പരിഹരിച്ചതിന് ശേഷം ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്നത് മനീഷ് മഹിവാൽ വിശദീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീങ്ങുന്നുണ്ട്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഉന്നതരെ സംരക്ഷിക്കുകയാണോ എന്ന സംശയം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പ്രകടിപ്പിച്ച പശ്ചാത്തലമടക്കമുണ്ട്. അതിനുശേഷം രേഖപ്പെടുത്തിയ 2 പ്രധാനപ്പെട്ട അറസ്റ്റുകൾ, അതിലുള്ള തുടർ നടപടികൾ ഏത് തരത്തിലാണ്, ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ ആലോചനകൾ എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം അതിന്റെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ അപ്ഡേറ്റ്, അതുപോലെ തന്നെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ അന്വേഷണം നേരിടുന്ന DIG വിനോദ് കുമാറിനെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നതിനിടയിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഫയൽ മുഖ്യമന്ത്രിക്ക് മുന്നിലാണുള്ളത്. ഇന്ന് തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ? തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ മനീഷ് മഹിവാൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതിൽ മുൻ ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കർദാസിനെ, വിജയകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യും എന്ന തീരുമാനത്തിലേക്ക് SIT എത്തിയിരുന്നു. ഇനി ഇപ്പോൾ പിടിയിലായിട്ടുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ കൃത്യമായ പങ്കുണ്ട്. അതായത് ഇവർ ഈ സ്വർണം അബദ്ധവശാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസ് എത്തിച്ചപ്പോൾ അത് അറിയാതെ ഇവർ ചെയ്തതോ അല്ല. കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുള്ള 2 പേരാണ്. 2019 സ്മാർട്ട് ക്രിയേഷൻസിന് നേരിട്ട് ശബരിമലയുമായി ബന്ധമുണ്ട്. അവിടെ എത്തി പല കാര്യങ്ങൾക്കും അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 400 ഗ്രാമോളം സ്വർണ്ണമാണ് ഈ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. പക്ഷേ ഈ സ്വർണം ശബരിമലയുടേതാണെന്ന് ശാസ്ത്രീയ പരിശോധന ഫലം വന്ന് അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണ്ണം ഈ കേസിൽ പ്രതികളെ പിടികൂടുന്നത് പോലെ തന്നെ അത് കണ്ടെടുക്കുക എന്ന ഒരു അന്വേഷണ രീതിയിലേക്ക് കൂടി അന്വേഷണ സംഘം ഇപ്പോൾ മുതൽ കടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത DIG MK വിനോദ് കുമാറിന്റെ നടപടിയെ സംബന്ധിച്ചുള്ള വാർത്തകളാണ്. നേരത്തെയും, അതായത് ഇപ്പോഴുള്ള ഈ കൈക്കൂലി കേസ് അല്ലാതെ തന്നെ നേരത്തെ വിയൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഔഷധ സസ്യ കൃഷി നടത്തുന്നതിന്റെ പേരിൽ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. അഴിമതി ആരോപണം മാത്രമല്ല, അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം 1.5 വർഷത്തിന് ശേഷം MK വിനോദ് കുമാറിന് പ്രൊമോഷനോടുകൂടി തന്നെയായിരുന്നു ജയിൽ വകുപ്പ് DIG ആയി ഒരു സ്ഥാനം ലഭിച്ചത്. ഇപ്പോഴത്തെ അഴിമതിയും കൈക്കൂലി നിറഞ്ഞ ഉദ്യോഗസ്ഥരെതിരെ ആഭ്യന്തര വകുപ്പിന് നേരിട്ട് വിജിലൻസ് ഡയറക്ടർ ഒരു റിപ്പോർട്ട് നൽകിയിട്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. പക്ഷേ ഇന്നോ നാളെയോ അത് മുഖ്യമന്ത്രിയുടെ ഒപ്പിന് വേണ്ടി, അതായത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെയുള്ള അനുമതി ലഭിച്ചാൽ MK വിനോദ് കുമാറിനെതിരെ നടപടി, ഗുരുതരമായ ചട്ടലംഘനം നടത്തി, അഴിമതി നടത്തി, കൈക്കൂലി നടത്തിയ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി MK വിനോദ് കുമാറിന് ഇന്നോ നാളെയോ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകും എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക്, TP വധക്കേസിലെ പ്രതി കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക് ജയിലിൽ പരോൾ നൽകുക, അല്ലെങ്കിൽ ജയിലിൽ വലിയ സുഖ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ നൽകുക, അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ബന്ധുക്കളിൽ നിന്നും ഒപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും നേരിട്ട് ഈ പ്രതികളിൽ നിന്നും ഒക്കെ തന്നെ പണം അല്ലെങ്കിൽ പാരിതോഷികം വാങ്ങിയിട്ടുള്ളത്. ഗൂഗിൾ പേ മുഖാന്തരം നടത്തിയിട്ടുള്ള ഇടപാടുകളാണെന്ന് വിനയായി പറയുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. റീജിത്ത്. ശരി, മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ അന്വേഷണം നേരിടുന്ന DIG വിനോദ് കുമാറിനെതിരെ ഇന്ന് നടപടി വരാനുള്ള, ഇന്നോ നാളെയോ ആയി നടപടി വരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇനി പാലക്കാട്ടേക്ക് പോയാൽ, പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ രാംനാരായൺ ബാഗേലിന്റെ കുടുംബവുമായി ഇന്ന് റവന്യൂ മന്ത്രി ചർച്ച നടത്തും.
കുടുംബവും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായിട്ടായിരിക്കും ചർച്ച നടക്കുക. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഇപ്പോഴും മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബം തയ്യാറായിട്ടില്ല. നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെടുന്നു എന്നുള്ള പരാതിയാണ് കുടുംബം ഉയർത്തുന്നത്. എന്താണ് ഇന്നത്തെ ചർച്ചയിലെ പ്രതീക്ഷ? ഒരു സമവായം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടോ സൂരജ് സജി? ഈ കുടുംബത്തെ സംബന്ധിച്ച് അവർ മൃതദേഹം ഇതുവരെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. അവർ ചൂണ്ടിക്കാണിക്കുന്നത് അടിയന്തര നഷ്ടപരിഹാരം അടക്കം പ്രഖ്യാപിച്ചാൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കൂ എന്നുള്ളതാണ്. ഈ പോലീസ് എടുത്ത കേസിൽ ഗുരുതരമായ വകുപ്പുകൾ അടക്കം ചുമത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഇന്നലെ RDO നടത്തിയ ചർച്ചയിൽ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ധനസഹായം സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം, പാലക്കാട് ജില്ലാ ഭരണകൂടം അടക്കം അറിയിച്ചത്. ഇതോടുകൂടി രാത്രി വൈകിയും കുടുംബം ഇന്നലെ തൃശൂർ മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധ സൂചകമായി തുടരുകയായിരുന്നു. ഇതോടുകൂടി തൃശൂർ സബ് കളക്ടർ അടക്കം എത്തിയാണ് ഇവരെ അനുനയിപ്പിച്ചത്. പിന്നീട് മന്ത്രി K രാജൻ ഇന്ന് നേരിട്ട് ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേൽ കുടുംബം പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ കുടുംബവുമായും അതോടൊപ്പം തന്നെ ഈ ആക്ഷൻ കൗൺസിൽ അംഗവുമായിരിക്കും, ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളുമായിട്ട് ആയിരിക്കും K രാജൻ സംസാരിക്കുക. അതിനുശേഷം ഈ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യത്തിൽ ധാരണയാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മൃതദേഹം ഏറ്റെടുക്കുമോ എന്നത് അതിനുശേഷം മാത്രമായിരിക്കും വ്യക്തത വരിക. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കേരളം വലിയ ഞെട്ടലോടുകൂടി കേട്ട ഒരു സംഭവമാണ്. ആൾക്കൂട്ടം വിചാരണ നടത്തി ഒരു മനുഷ്യനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസാണ്. അതേ ഗൗരവത്തിൽ തന്നെ അതിന്റെ അന്വേഷണവും ഉണ്ടാകണം. നിലവിൽ 5 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. സ്ത്രീകൾക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. കൂടുതൽ പേരിലേക്ക്, കൂടുതൽ അറസ്റ്റുകളിലേക്ക് അടക്കം ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ പോലീസ് കടക്കാനുള്ള സാധ്യതയുണ്ട്. സൂരജ് സജി വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാണ്. മധ്യ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് എന്നതാണ് പ്രേക്ഷകരുമായി വിപിൻ സി വിജയൻ പങ്കുവെക്കുക. വിപിൻ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ നിർണായക UDF യോഗം ചേരുന്നുണ്ട്. മുന്നണി വിപുലീകരണം അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അജണ്ടയിലേക്ക് വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, കൊച്ചി കോർപ്പറേഷനിലെ മേയറുമായി ബന്ധപ്പെട്ട് ഒരാശയക്കുഴപ്പം പാർട്ടിക്കകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസിനായിരിക്കും സാധ്യത എന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ആ ചർച്ചകൾ ഏത് തരത്തിലാണ്? ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, ഒരു പേരിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ വിപിൻ സി വിജയൻ? റിജിത്ത്, കൊച്ചിയെ സംബന്ധിച്ച് ഇന്ന് പ്രധാനമായിട്ടുള്ള 2 യോഗങ്ങളാണ് നടക്കുന്നത്. ഒന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗമാണ്. പറഞ്ഞതുപോലെ തന്നെ മേയർ ആരായിരിക്കും കൊച്ചിയുടേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചർച്ച. അതിൽ ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേരിനാണ് ഒരു മുൻതൂക്കമുള്ളത്. ഒപ്പം തന്നെ അതൊരു ടേം വ്യവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഒരു സമവായം രൂപീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. VK മിനിമോൾ, അതുപോലെ തന്നെ ഷൈനി മാത്യു എന്നിവരുടെ പേര് കൂടി ഇപ്പോൾ പരിഗണനയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 2.5 വർഷം എന്നുള്ള 2 ടേം വ്യവസ്ഥയിലേക്ക് കൊടുക്കണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായും ഒരു ചർച്ചയുണ്ടാവുക. നാളത്തോടു കൂടി ആരായിരിക്കും മേയർ എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് KPCCയുടെ നിർദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത്. മറ്റൊന്ന് UDFന്റെ യോഗമാണ്. 10 മണിയോടുകൂടിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള UDFന്റെ യോഗം കളമശ്ശേരിയിൽ വെച്ച് ചേരുന്നത്. ഈ യോഗത്തിൽ ഒന്ന് മുന്നണി വിപുലീകരണം, മറ്റൊന്നുള്ളത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ, തന്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയുള്ളത്. മുന്നണി വിപുലീകരണം ഇപ്പോൾ കേരള കോൺഗ്രസ് UDFിലേക്കില്ല എന്നുള്ളത് ഇപ്പോൾ ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനി വരുന്ന മാസങ്ങൾ അപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചലനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത്. മറ്റൊന്നുള്ളത് PV അൻവർ, അതുപോലെ തന്നെ CK ജാനു തുടങ്ങിയവർ ഇപ്പോഴും പുറത്താണ്. മുന്നണിക്ക് കത്ത് കൊടുത്ത് അവർ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എന്തെടുക്കണം എന്നുള്ള കാര്യത്തിലും ഇന്നത്തെ യോഗം ഒരു തീരുമാനത്തിലെത്തും. കാരണം 2 ടീമുകളായിട്ടാണ് ഇപ്പോഴും ഈ കോൺഗ്രസിനകത്ത് തന്നെ നേതാക്കൾ നിൽക്കുന്നത്. കാരണം മുന്നണിക്ക് ഇപ്പോൾ തന്നെ ഒരു കെട്ടുറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ ഇത് മതി എന്നുള്ളത് ഒരു നേതാക്കൾ പറയുന്നത്. കാരണം ഇപ്പോൾ PV അൻവർ ഉൾപ്പെടെയുള്ളവർ പുറത്താണ്. അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ളൊരു വിഭാഗം. എന്നാൽ ഏറ്റവും പ്രധാനമായും മുന്നണിയെ വിപുലീകരിക്കുകയാണ് ഏറ്റവും അത്യാവശ്യം. കാരണം അത് ഭൂരിപക്ഷം കൂട്ടുമെന്നുള്ളത് മറ്റൊരു വിഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമവായം രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ UDF യോഗത്തിന്റെയും പ്രധാന അജണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം, വമ്പൻ വിജയം നേടിയതിനു ശേഷമുള്ള UDF യോഗമാണ്. അത് ശ്രദ്ധേയവുമാണ്. അജണ്ടയിലേക്ക് എന്തൊക്കെ വരും എന്നുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ് ഒരു അജണ്ട. മറ്റൊന്ന് ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രാഥമികമായ ചർച്ചകളായിരിക്കും. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ വൈകിട്ട് 6 മണിവരെയാണ് ഹർത്താൽ. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, ഇന്നലെ വലിയ പ്രതിഷേധം ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. MLAയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് അവിടെയുള്ള UDF പ്രവർത്തകർ അവിടെയുള്ള ലീഗ് പ്രവർത്തകർ പോയിരുന്നു.
CPIM ആണ് പിന്നിൽ എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഹർത്താലിന്റെ വിവരങ്ങൾ ഗോകുൽ. റിജിത്ത്, രാവിലെ 6 മണി മുതലുള്ള ഹർത്താൽ വൈകിട്ട് 6 മണി വരെയാണ് നീണ്ടു നിൽക്കുക. 12 മണിക്കൂറായിരിക്കും ഹർത്താൽ. അവശ്യ സർവീസുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 9 എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. ഈ CPM കഴിഞ്ഞ 30 വർഷത്തിലധികം ഭരിച്ചിരുന്ന പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി UDF പിടിച്ചടക്കിയിരുന്നു. അതിലെ വിജയാഹ്ലാദ പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകൾ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു എന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ ലീഗ് ഓഫീസ് തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇരു കൂട്ടരും നഗരത്തിൽ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി. അതിന്റെ ഭാഗമായി നജീബ് കാന്തപുരം MLA യുടെ നേതൃത്വത്തിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പെരിന്തൽമണ്ണയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ലീഗ് ഓഫീസ് ആക്രമിച്ച CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ ഇത്തരത്തിൽ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് UDFന്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുകയും ചെയ്ത് നിലവിൽ 6 മണിക്ക് പറഞ്ഞിട്ടുള്ള ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ട് 6 മണി വരെ ആയിരിക്കും ഹർത്താൽ നീണ്ടു നിൽക്കുക. ഇതിനിടയിൽ ഈ ഈ CPM ലീഗ് ഓഫീസ് ആക്രമിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും നഗരത്തിൽ UDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇത് ഏത് പ്രവർത്തകനാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല. അല്പസമയത്തിനകം തന്നെ ആ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്നത് സമീർ സി മുഹമ്മദ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. സമീർ, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട ഒരു വാർത്താ കേന്ദ്രമായി മാറാൻ പോകുന്നത് ഇന്ന് വയനാട് ജില്ലയായിരിക്കും. വയനാട് പുൽപ്പള്ളി മേഖലയിൽ ഇറങ്ങിയ നരഭോജിക്കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. ആ മേഖലയിലുള്ള ആളുകളുടെ ആശങ്ക, ഏറ്റവും പുതിയ വിവരങ്ങൾ, ദൗത്യം ഏത് തരത്തിൽ ഏകോപിപ്പിക്കാനാണ് ആലോചിക്കുന്നത്? വിവരങ്ങൾ എന്താണ് സമീർ സി മുഹമ്മദ്? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ മലബാറിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള നരഭോജി കടുവയെ പിടികൂടുമോ എന്നുള്ളതാണ്. അവിടെ അതിനെ വെടിവെച്ച് പിടികൂടാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ കൂടിലേക്ക് ഈ കടുവ അടുക്കുന്നില്ല. കൂടുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത്തരത്തിലേക്കുള്ള നടപടിയിലേക്കൊക്കെ പോകുമ്പോഴും പക്ഷേ അത് കൂട്ടിൽ കയറാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ പിടികൂടാൻ കഴിയുന്നുമില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് വനംവകുപ്പ് അതിനെ മയക്ക് വെടിവെച്ച് പിടികൂടാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വെറ്ററിനറി ഡോക്ടേഴ്സ് അതുപോലെ തന്നെ അവിടെ സഹായികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അതിന് കൃത്യമായി സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മയക്ക് വെടിവെക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ജനവാസ മേഖലയിലേക്ക് ഈ കടുവ എത്തിയിരുന്നു എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നു. അത് ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അവിടെ ഈ കടുവ ഒരാളെ കടിച്ചു കൊന്നത്. അതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ ഒരു തലക്കൽ നടന്നു വരുന്നു. ആ വേളയിൽ തന്നെ ഇത് വീണ്ടും ജനവാസ മേഖലയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. മാത്രമല്ല ഇത് കേരള വനംവകുപ്പിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതല്ല എന്ന കാര്യം കൂടി വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് കർണാടക വനംവകുപ്പ് പിടികൂടി പിന്നീട് അതിർത്തിയിൽ കൊണ്ടുവന്ന് വിട്ടതാകാം. അതായിരിക്കാം കേരളത്തിലേക്ക് എത്തിയത്, പുൽപ്പള്ളിയിലേക്ക് എത്തിയത് എന്നാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും തുടരുന്നുണ്ട്. ഇങ്ങനെ ജനവാസ മേഖലയിൽ ഈ കടുവ തുടരുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. കനത്ത ജാഗ്രതയാണ് ജില്ലയിൽ തുടരുന്നത്, വയനാട്ടിൽ തുടരുന്നത്. റിജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയെ ഈ മാസം 24-ന് മുമ്പ് തീരുമാനിക്കും. BJP കോർ കമ്മിറ്റി യോഗം ചേർന്നായിരിക്കും പ്രഖ്യാപനം നടത്തുക. VV രാജേഷ്, R ശ്രീലേഖ, കരമൻ അജിത്ത്, VG ഗിരികുമാർ എന്നിവരാണ് BJP മേയർ സ്ഥാനത്തേക്കുള്ള സാധ്യതാ പട്ടികയിലുള്ളത്. VV രാജേഷിനാണ് സാധ്യത കൂടുതൽ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതിനോടകം കേന്ദ്ര നേതൃത്വവുമായി മേയർ തീരുമാനത്തിൽ ചർച്ച നടത്തിക്കഴിഞ്ഞു. അതേസമയം മേയർ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാത്തതിൽ BJPക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. കേവല ഭൂരിപക്ഷമില്ലാത്ത BJPയെ കണ്ണമ്മൂല വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ പിന്തുണയ്ക്കും എന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഇതിനോടകം പാറ്റൂർ രാധാകൃഷ്ണനുമായി BJP നേതൃത്വം ചർച്ച നടത്തി എന്നാണ് വിവരം. ഈ മാസം 26-നാണ് തെരഞ്ഞെടുക്കപ്പെടുന്നയാൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കേണ്ടത്. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് പദവിയിലെ നിയമനം റദ്ദാക്കിയ കേരള സർവകലാശാലയിലെ BJP സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ പ്രതിഷേധിക്കാൻ SFI. ഡോക്ടർ TG വിനോദ് കുമാറിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് SFI ഇന്ന് ലോക് ഭവൻ മാർച്ച് നടത്തും. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനാൽ പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞനായി ഡോക്ടർ TJ വിനോദ് കുമാറിനെ നിയമിച്ച ഉത്തരവ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. TG വിനോദ് കുമാറിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്.
ബംഗ്ലാദേശ് ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാവുകയാണ്. സാഹചര്യങ്ങൾ മോശമായതിനെ തുടർന്ന് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ശക്തമായ ആശങ്കകൾ അറിയിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യം പിടിമുറുക്കുന്നു. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ കുറഞ്ഞ അന്തരീക്ഷ താപനില 6 ഡിഗ്രി സെൽഷ്യസിനും 11 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വരുന്ന ശനിയാഴ്ച വരെ ശൈത്യ തരംഗ സാധ്യതയില്ല എന്നും പ്രവചനം. ഡൽഹിയിൽ വായുമലിനീകരണവും അതിരൂക്ഷമായി തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക ഗുരുതര വിഭാഗത്തിലാണ് തുടരുന്നത്. ഡൽഹിയിലെ പുകമഞ്ഞും പ്രതികൂലമായി തുടരുന്നു. ഒഡീഷയിൽ ശക്തമായ മൂടൽമഞ്ഞിന്റെ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന്റെ ഭീമൻ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം ഈ മാസം ഡിസംബർ 24 വിക്ഷേപിക്കും. ലോകത്തെ മൊബൈൽ ഫോൺ ഉപയോഗത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഉപഗ്രഹമാണിത്. എന്താണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2? എങ്ങനെയാണ് മൊബൈൽ ഉപയോഗം മാറ്റിമറിക്കപ്പെടാൻ പോകുന്നത്? വിശദമായ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റിപ്പോർട്ടുകൾ. ലോകത്തെവിടെയും നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈൽ വികസിപ്പിച്ചെടുത്ത ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം. സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു മൊബൈൽ ടവർ പോലെയാണ് ഇവ പ്രവർത്തിക്കുക. പ്രത്യേക സാറ്റലൈറ്റ് ഫോണുകളോ വലിയ ഡിഷ് ആന്റനകളോ ഇല്ലാതെ തന്നെ ഉപഭോക്താവിന്റെ കൈവശമുള്ള സാധാരണ 4G, 5G സ്മാർട്ട് ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റും വോയിസ് കോളുകളും ലഭ്യമാക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ലോകത്ത് മൊബൈൽ കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കവറേജ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സമുദ്രങ്ങളിലും മരുഭൂമികളിലും വിദൂര വനമേഖലകളിലും ഉൾപ്പെടെ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഇതുവഴി സാധ്യമാകും. ലോ എർത്ത് ഓർബിറ്റിൽ വിക്ഷേപിക്കുന്ന ഏറ്റവും വലിയ വാണിജ്യ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമാണ് ഇത്. 6500 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തിന്റെ ആന്റനയ്ക്ക് മാത്രം 2400 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ ഉപഗ്രഹത്തിനും സെക്കൻഡിൽ 120 Mbps വരെ വേഗതയിലുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ കഴിയും. നിലവിൽ സ്റ്റാർലിങ്ക് പോലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേക റിസീവറുകൾ ആവശ്യമാണ്. എന്നാൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 സാങ്കേതികവിദ്യ വരുന്നതോടെ ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ച് തന്നെ ബഹിരാകാശത്ത് നിന്നുള്ള ഇന്റർനെറ്റ് നേരിട്ട് ലഭ്യമാകും. ISRO ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും ഭാരമേറിയ വിദേശ ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2. LMV-3യിൽ ISRO നടത്തുന്ന 9ാമത്തെ വിക്ഷേപണമാണ് ഇത്. റിസർച്ച് ഡെസ്ക് 24. കോഴിക്കോടിനെ ആവേശത്തിലാഴ്ത്തി ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ്. ISRL ഫൈനലിൽ 36 താരങ്ങളാണ് മാറ്റുരച്ചത്. ബോളിവുഡ് താരം സൽമാൻ ഖാൻ മുഖ്യാതിഥിയായിരുന്നു. റേസിംഗ് ബൈക്കുകളുടെ ഇരമ്പലിന് കാതോർത്ത കായിക പ്രേമികൾക്ക് മനം നിറയ്ക്കുന്ന കാഴ്ച. 450cc ഇന്റർനാഷണൽ, 250cc ഇന്റർനാഷണൽ, 250cc ഇന്ത്യ ഏഷ്യ മിക്സ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. 36 ദേശീയ അന്തർദേശീയ താരങ്ങൾ അണിനിരുന്ന 6 ഫ്രാഞ്ചൈസി ടീമുകളാണ് ബൈക്ക് റേസിൽ മാറ്റുരച്ചത്. ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കി ബോളിവുഡ് താരം സൽമാൻ ഖാനും എത്തി. Ladies and gentlemen, boys and girls, please welcome celebration. 450cc ഇന്റർനാഷണൽ മത്സരത്തിൽ ബിഗ് റോക്ക് മോട്ടോർ സ്പോർട്സിന്റെ ഓസ്ട്രേലിയൻ താരം മാറ്റ്മോസ് ചാമ്പ്യനായി. ഫ്രഞ്ച് താരം കെൽവിൻ ഫോൺവിയേലിയാണ് 250cc ഇന്റർനാഷണലിലെ വിജയി. 30,000-ലധികം കാണികളാണ് സ്റ്റേഡിയത്തിൽ എത്തിയത്. ടിക്കറ്റ് എടുത്ത നിരവധി പേർക്ക് പ്രവേശനം നിഷേധിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. പിന്നീട് പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അനൂപിനൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. വയനാട് മേപ്പാടി 1000 ഏക്കറിൽ ക്രിസ്മസ് ന്യൂ ഇയർ കാർണിവൽ ഒരുങ്ങുന്നു. ഈ മാസം 23 മുതൽ ജനുവരി 4 വരെയാണ് കാർണിവൽ. ഡിസംബർ 31 റാപ്പർ വേടനും ഗൗരി രശ്മിയും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് നടക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വയനാട് ടൂറിസം അസോസിയേഷനും 1000 ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാർണിവലിന് തുടക്കമിട്ട് ഈ മാസം 23 വൈകുന്നേരം 4 മണിക്ക് മേപ്പാടി ടൗണിൽ നിന്ന് റോഡ് ഷോ നടത്തും. വൈകിട്ട് 7 മണിക്ക് സലീം ഫാമിലി അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ പ്രോഗ്രാമോടുകൂടി സ്റ്റേജ് പരിപാടികൾക്ക് തുടക്കമാകും. വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരുന്നതാണ് കാർണിവലെന്ന്
ബോബി ചെമ്മണ്ണൂർ. വയനാട് ടൂറിസം, വയനാട് ബിസിനസ് എല്ലാം പ്രൊമോട്ട് ചെയ്യേണ്ടത് എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ അസോസിയേഷനൊപ്പം. അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായിയും വയനാട് ടൂറിസം അസോസിയേഷനും എല്ലാവരും ചേർന്ന് ആലോചിച്ചപ്പോൾ ഇത് സംയുക്തമായി നമ്മൾ ഒരുമിച്ച് നിന്നാൽ വയനാടിന് വേണ്ടി, ഓരോ വ്യക്തികൾക്ക് വേണ്ടി, അവനാൻ്റെ ബിസിനസ്സിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. ഈ മാസം 24-ന് മോണിക്ക സ്റ്റാർലിംഗ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്, 25-ന് നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ ഗാനമേള, 26-ന് മില്ലേനിയം സ്റ്റാർസ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്, 27-ന് IMFAയുടെ ഫാഷൻ ഷോ, 28-ന് ഗൗതം വിൻസെന്റ് നയിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ്, 29-ന് അവതാർ മ്യൂസിക്കൽ നൈറ്റ്, 30-ന് ഗിന്നസ് മനോജ് ആൻഡ് ടീം അവതരിപ്പിക്കുന്ന മെഗാ ഷോ എന്നിവയും നടക്കും. 31-ന് വേടനും ഗൗരിലക്ഷ്മിയും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നുമുണ്ടാകും. രാത്രി പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങും നടക്കും. 31-ാം തീയതി പാസ് മുഖേനയായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുകയെന്നും സംഘാടകർ അറിയിച്ചു. 24 വയനാട്. ശോഭിക വെഡ്ഡിംഗ്സിന്റെ പുതിയ ലോഗോ ലോഞ്ച് നടന്നു. കോഴിക്കോട് പന്തീരങ്കാവ് ക്യാപ്കോൺ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രകാശനം നിർവഹിച്ചു. വെബ്സൈറ്റ് ലോഞ്ച് MK രാഘവൻ MPയും പുതിയ പ്രൊജക്ട് ലോഞ്ച് ഗോകുലം ഗോപാലനും നിർവഹിച്ചു. അഞ്ച് പതിറ്റാണ്ടായി കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് വിശ്വാസത്തിന്റെയും ഗുണമേന്മയുടെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന ശോഭിക വെഡ്ഡിംഗ്സ് ബ്രാൻഡിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമായി. പന്തീരങ്കാവ് ക്യാപ്കോൺ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ ശോഭിക ലെഗസി ലോഞ്ച് എന്ന പേരിൽ പുതിയ ലോഗോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു. ശോഭിക പൊതുവെ നല്ല നിലയിൽ അതിന്റെ ക്രെഡിബിലിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതേറെ സന്തോഷം. വെബ്സൈറ്റ് ലോഞ്ച് MK രാഘവൻ MPയും പുതിയ പ്രൊജക്ട് ലോഞ്ച് ഗോകുലം ഗോപാലനും നിർവഹിച്ചു. ശോഭിക സ്ഥാപക ചെയർമാൻ കല്ലിൽ ഇമ്പിച്ചി അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അത് ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇത് ഏറ്റവും നല്ല, അതായത് ഒരു 5-6 ബ്രാഞ്ച് ആരംഭിച്ചു കഴിഞ്ഞു. എന്നും കാസർഗോഡ് ഇന്നും 50 ബ്രാഞ്ചുകളോളം ആരംഭിക്കാൻ തൊഴിലിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ കണ്ടപ്പാട്. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത് നൽകുന്നതാണ് ശോഭികയുടെ പ്രത്യേകത. കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ശോഭിക ഇനി മുന്നോട്ട് വെക്കുന്നത്. വലിയൊരു മാറ്റം തന്നെയാണ് ശോഭികകളിലെ എല്ലാ ഷോറൂമുകളിലും കസ്റ്റമേഴ്സിന് എല്ലാ കാറ്റഗറി ബ്രൈഡൽ ലഹങ്ക മുതൽ 999 മുതൽ ഏറ്റവും ലോ ബഡ്ജറ്റ് വരെ 24 കോഴിക്കോട്. കലയും സാങ്കേതിക വിദ്യയും അതിരുകളില്ലാതെ സമ്മേളിക്കുന്ന അപൂർവ വേദികളിലൊന്നാണ് ജിദ്ദയിലെ ടീം ലാബ് ബോർഡർലെസ് ഡിജിറ്റൽ മ്യൂസിയം. ഡിജിറ്റൽ ആർട്ടിലൂടെ സന്ദർശകരെ മറ്റൊരു ലോകത്തേക്ക് ഈ മ്യൂസിയം കൂട്ടിക്കൊണ്ടുപോകുന്നു. ജിദ്ദ ഹിസ്റ്റോറിക്കൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. നിറങ്ങളുടെയും വെളിച്ചത്തിന്റെയും ഒരു മായാലോകമാണ് ജിദ്ദയിലെ ടീം ലാബ് ബോർഡർലെസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ കലക്ക് അതിർവരമ്പുകളില്ല. ഒരു മുറിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒഴുകി നീങ്ങുന്ന ഡിജിറ്റൽ ചിത്രങ്ങൾ സന്ദർശകരുമായി നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യവിസ്മയം. ഒരിക്കൽ കണ്ട കാഴ്ചയല്ല വീണ്ടും സന്ദർശിക്കുമ്പോൾ കാണുക. കേവലം കാഴ്ചകൾക്കപ്പുറം സന്ദർശകരുടെ സാന്നിധ്യത്തോട് പ്രതികരിക്കുക കൂടി ചെയ്യുന്നു ഇവിടെ ഒരുക്കിയ സംവിധാനങ്ങൾ. ഭിത്തിയിൽ തൊടുമ്പോഴോ അതിലൂടെ നടക്കുമ്പോഴോ ഡിജിറ്റൽ പൂക്കൾ വിരിയുന്നതും പക്ഷികൾ പറന്നു പോകുന്നതുമെല്ലാം കാണാം. സന്ദർശകരുടെ ഭാവനകൾ കടലാസിൽ വരച്ചാൽ അത് മതിലുകളിൽ വർണ്ണ മത്സ്യങ്ങളായി മാറുന്ന അനുഭവം മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്.
ബുദ്ധിശക്തിയും ശാരീരിക ക്ഷമതയും ഒരുപോലെ ഉപയോഗിക്കേണ്ട പല ആക്ടിവിറ്റികളും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സൗദി സാംസ്കാരിക മന്ത്രാലയവും ജപ്പാനിലെ ടീം ലാബും കൈകോർത്താണ് ഈ വിസ്മയ ലോകം യാഥാർത്ഥ്യമാക്കിയത്. ഏകദേശം 10,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മ്യൂസിയത്തിൽ 80ഓളം അത്യാധുനിക ഡിജിറ്റൽ കലാവിരുന്നുകളാണുള്ളത്. ഇതൊരു അമേസിംഗ് എക്സ്പീരിയൻസ് ആണ്. മിഡിൽ ഈസ്റ്റ് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. അതേപോലെ കുട്ടികൾക്ക് വരക്കാനുള്ളതും ഒരുപാട് സംഭവങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് മസ്റ്റ് വിസിറ്റ്. ഇത് നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് വന്ന് കാണണം, അല്ലാതെ വീഡിയോ എടുത്തിട്ടോ ഫോണിൽ എടുത്തിട്ടോ ഇത് എക്സ്പീരിയൻസ് ചെയ്യരുത്. യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ജിദ്ദയിലെ ചരിത്രപ്രസിദ്ധമായ ബലദിലെ കൾച്ചർ സ്ക്വയറിലാണ് ഈ ആധുനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാര മേഖലയിലെ സൗദിയുടെ കുതിച്ചുചാട്ടത്തിന്റെ അടയാളമായി മാറുകയാണ് ഈ ഡിജിറ്റൽ ലോകം. 2024 ജൂണിലാണ് മ്യൂസിയം സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. കലയും സാങ്കേതിക വിദ്യയും അതിരുകളില്ലാതെ സംഗമിക്കുന്ന ഒരു മാന്ത്രിക ലോകം. സമാനതകളില്ലാത്ത ദൃശ്യവിരുന്നാണ് ഓരോ സന്ദർശകനും ഈ മ്യൂസിയം നൽകുന്നത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഇനിയൊരു കേക്കിന്റെ കഥയാണ്. ഇടുക്കിയിൽ നിന്ന് ഒരു 70കാരി ഉണ്ടാക്കുന്ന കേക്കിന് കടൽ കടന്നുവരെ ആരാധകരുണ്ട്. കഴിഞ്ഞ 13 വർഷമായി ഡിസംബർ മാസം മാത്രം ലഭിക്കുന്ന സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കുന്ന വണ്ടിപ്പെരിയാർ സ്വദേശി സുശീല സ്റ്റീഫനെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. റിപ്പോർട്ടിലേക്ക്. സുശീല സ്റ്റീഫന്റെ കേക്കിനായി 1 വർഷത്തെ കാത്തിരിപ്പാണ്. നാടൻ വൈനും മറ്റു ചില രഹസ്യ ചേരുവകളും ചേർത്ത് ഭരണിയിലാക്കി 1 വർഷത്തോളം വെക്കുന്ന പഴവർഗ്ഗങ്ങളാണ് കേക്കിന്റെ പ്രധാന ചേരുവ. ഒന്ന് കഴിച്ചാൽ പിന്നെയും പിന്നെയും വേണമെന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒരു മാജിക് ഈ കേക്കിലുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 50 വയസ്സിന് മുകളിലുള്ള സംരംഭകർക്കായി നൽകിയ ഒരു ദേശീയ അവാർഡും സുശീലയെ തേടി ഈ വർഷമെത്തി. അതുകൊണ്ട് തന്നെ ഇരട്ടി മധുരമാണ് ഇത്തവണത്തെ കേക്ക് നിർമ്മാണത്തിന്. ഓൺടർപ്രണർ അവാർഡായിരുന്നു. ബോംബെ പോയി അവാർഡ് മേടിക്കാൻ ദൈവം ഇടയാക്കി. ബിസിനസിന്റെ പേരിലായിരുന്നു. എല്ലാ വർഷവും ഞാൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ വർഷം ഒന്നുകൂടെ എല്ലാവർക്കും നല്ല ടേസ്റ്റ്, മോയിസ്റ്റ് ആയിരുന്നു, സോഫ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. 1 ഇയർ ഷെൽഫ് ലൈഫ് ഉണ്ട് എൻ്റെ കേക്കിന്. പരമ്പരാഗത രീതിയിൽ വിറക് കത്തിക്കുന്ന ബോർമയിലാണ് കേക്കിന്റെ നിർമ്മാണം. 70-ാം വയസ്സിലെ ഈ കേക്ക് നിർമ്മാണത്തിന് പ്രായത്തെ മുൻനിർത്തി ചിലരെങ്കിലും സുശീലയെ കളിയാക്കിയിട്ടുണ്ട്. അവരോടൊന്നും മറുപടി വാക്കിലല്ല, പ്രവൃത്തിയിലൂടെയാണ് സുശീല നൽകിയത്. 24 ഇടുക്കി. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.